നല്ല ഭാഷയിൽ പറയാൻ എനിക്ക് എൻ്റെ വാക്കുകൾ വരുന്നില്ല. പക്ഷേ നമ്മൾ ഈ ചന്തി കഴുകുക എന്ന് പറയുന്നില്ലേ, ആ നിലയിലാണ് ഇന്ത്യയിലെ ടെലിവിഷൻ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും കോർപ്പറേറ്റ് മാധ്യമങ്ങളും നരേന്ദ്രമോദി സർക്കാരിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, ഇന്ത്യയിലെ എല്ലാ പത്ര ടെലിവിഷൻ മാധ്യമങ്ങളും ഇന്ന് കോർപ്പറേറ്റ് കീഴിലാണല്ലേ? ഏതെങ്കിലും ഉണ്ടോ ഒരു സ്വതന്ത്ര മാധ്യമം എന്ന് പറയാൻ? അല്ല, ഈ കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കോർപ്പറേറ്റ് ഹൗസ്. അവരുടെ വ്യവസായ താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് അവർ ടെലിവിഷൻ പത്രമാധ്യമങ്ങൾ നടത്തുന്നത്. ഓവർ സ്മാർട്ട് ആവുന്നല്ല, ഗതികേട് കൊണ്ടാ. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി വാരണാസിക്ക് തൊട്ട് മുൻപിലെത്തിയ സംസാരിച്ച കാര്യം അതാണ്. അതായത് എല്ലാ സ്ഥാപനങ്ങളെയും കോൺഗ്രസ് തകർത്തു എന്നുള്ള നരേന്ദ്രമോദിയുടെ ബ്ലോഗിന് മറുപടിയായി പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്, നോക്കൂ, നിങ്ങളുടെ സ്ഥാപനമടക്കം, നിങ്ങൾ പ്രവർത്തിക്കുന്ന മാധ്യമ മേഖല അടക്കം എല്ലാ സ്ഥാപനങ്ങളെയും നരേന്ദ്രമോദി തകർത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പേടിക്കലടാ. ഒരു മാധ്യമം തുടങ്ങാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ ഈ ഇരിക്കുന്ന രണ്ടുപേരെക്കാൾ നന്നായിട്ട് നികേഷിന് അറിയാം. അത്രയധികം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പണം എനിക്കൊരു പ്രശ്നമല്ല. കോർപ്പറേറ്റുകൾക്ക് സാധിക്കുന്നുള്ളൂ. പല മാധ്യമങ്ങളും അടച്ചുപൂട്ടാറായിട്ട് കോർപ്പറേറ്റുകൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. കോർപ്പറേറ്റുകൾ നടത്തുന്നു എന്നുള്ളത് കൊണ്ട് അവർ കുറ്റക്കാരാകുന്നില്ല. അതെ അതെ. നാളെ ഇന്നിപ്പോ പ്രേക്ഷകർ തന്നെ ഇന്ന് ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലുകൾ പരിശോധിച്ച് നോക്കട്ടെ. അവിടെ എല്ലാം കാണുക ബാലക്കോട്ട് ആക്രമണത്തിൽ എന്തോ നമ്മുടെ കോൺഗ്രസിന്റെ ഓവർസീസ് കോൺഗ്രസിന്റെ ഗ്ലോബൽ അധ്യക്ഷനായിട്ടുള്ള സാംപിത്രോദയുടെ സ്റ്റേറ്റ്മെന്റ്. ആരാ ഈ സാംപിത്രാദ? അതൊന്നും എനിക്കറിയാൻ മേല. സോണിയാഗാന്ധിയുമായി രാജീവ് ഗാന്ധിയുമായിട്ടും ഒക്കെ നല്ല ബന്ധമുള്ള ആളാണ് എന്ന് വെച്ച് അയാൾ ഈ ടെലിവിഷൻ മാധ്യമങ്ങളെല്ലാം തന്നെയും ഈ നമ്മൾ കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറയാൻ എനിക്ക് എൻ്റെ വാക്കുകൾ വരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ചന്തി കഴുകുക എന്ന് പറയുന്നില്ലേ, ആ നിലയിലാണ് ഇന്ത്യയിലെ ടെലിവിഷൻ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും കോർപ്പറേറ്റ് മാധ്യമങ്ങളും നരേന്ദ്രമോദി സർക്കാരിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി നികേഷൻ ചെയ്യുന്നില്ലേ? അത് തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി നികേഷൻ ചെയ്യുന്നില്ലേ? ആ പറഞ്ഞ പ്രവൃത്തി ചെയ്തുകൊണ്ട് MLA ആയിട്ട് മത്സരിക്കുക വരെ ചെയ്ത മാന്യൻ ഈ ചന്തി കഴുകുന്ന വർത്തമാനം പറയുന്നത് അപഹാസ്യമെന്നുള്ള കാര്യത്തിൽ ഒരു മിനിമം ഒരു നാണം വേണം. താൻ ചെയ്യുന്ന പ്രവൃത്തി ബാക്കിയുള്ളവർ ചെയ്ത് കഴിയുമ്പോൾ തനിക്ക് നാണം തോന്നരുത്. ഞാൻ ഈ കാർഡ് ഉപയോഗിക്കില്ല എന്ന് വിചാരിച്ചാണ്. ബട്ട് യു ഹാവ് റെഡ്യൂസ് യുവർ ക്രെഡിബിലിറ്റി ടു സച്ച് എ ലെവൽ. You have reduced your credibility. Your credibility has dented today. What a shame. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുകയും നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുന്നു. കഴിഞ്ഞ 5 വർഷ കാലഘട്ടം ഇന്ത്യയിലെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ എന്താണ് നരേന്ദ്രമോദിക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് എന്നത് സംബന്ധിച്ച് എനിക്ക് നല്ല വ്യക്തതയുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിലെ ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു സാധനവുമില്ല. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളം കോരാൻ കിണറ്റിലിറങ്ങിയ ആളിന്റെ പേരെന്ന് പറഞ്ഞ് അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇതാ മലീമസമായി ഈ മഞ്ഞവെള്ളം കുടിച്ചാണ് ഈ നാട്ടുകാർ ജീവിക്കുന്നത്. പിന്നെ ഒന്ന് പറഞ്ഞേ, എനിക്ക് ഈ നമ്പർ എന്റെ അടുത്ത് ഇറക്കരുത്. ഈ നമ്പർ എന്റെ അടുത്ത് ഇറക്കരുത്. എന്റെ രാഷ്ട്രീയ നിലപാടും എന്റെ വ്യക്തിത്വവും എന്റെ രാഷ്ട്രീയ നിലപാടും ഒക്കെ നിങ്ങൾ കീറി മുറിച്ചോളൂ. എനിക്ക് എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ തിരുത്താൻ തയ്യാറാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്ന പണി കാണും.
കാണുമ്പോൾ അതിനെ അശ്ലീലമല്ലാതെ വേറെ ഒന്നും വിളിക്കാനില്ല എനിക്ക്. മലയാളത്തിലെ ഒന്നും മാധ്യമങ്ങൾ വിളിക്കാനില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ കുറെ മലയാളത്തിലെ മാധ്യമങ്ങളെന്നല്ല മലയാളത്തിലെ മാധ്യമങ്ങളല്ല കാണിച്ചു കൂട്ടുന്ന മലയാളത്തിലെ ഒരു സിൻഡിക്കേറ്റ് റോഡിൽ ഇറങ്ങി നടക്കാൻ മലയാളത്തിലെ മാധ്യമങ്ങളല്ല പ്രാദേശിക മാധ്യമങ്ങളാണ് കുറെയൊക്കെ മാധ്യമ പ്രവർത്തന രംഗത്ത് നിങ്ങൾ ഈ കേരളത്തിൽ സത്യസന്ധത കാണിക്കുന്നത്. ഈ വൃത്തികേട് കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ ശശി തരൂരിന്റെ കേസ് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? മലയാള മാധ്യമങ്ങൾ എത്ര തവണ ശശി തരൂരിനെ വിളിച്ച് ചർച്ച ചെയ്യും. അറിയാത്ത കാര്യങ്ങൾ പറയല്ലേ? ശശി തരൂർ എന്നോട് സംസാരിക്കില്ല, അതറിയോ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? നാഷണൽ ഹെറാൾഡ് കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നിങ്ങൾ പറഞ്ഞു നാഷണൽ ഹെറാൾഡ് കേസൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. നീ എന്ത് തേങ്ങയാടി പറയുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ചാനലിലും നാട്ടുകാരോട് പോയോ ആര് എന്നെ അടിച്ചവൻ ദേ അവിടെ നിക്കണ് പോകുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. എന്റെ വായന്തലങ്ങനെ അപ്പുറത്ത് കിടക്കാം, ഒന്ന് ഉറങ്ങണം.